നമസ്കാരം, എല്ലാവർക്കും ഭാഗ്യാസ് ഗാർഡന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന ഫ്രൂട്ടാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇത് കണ്ടോ, ഇനിയും കുറച്ച് കായകൾ പാകമായതുണ്ട് കേട്ടോ. ഇതിൽ ഈ ചെടി നമ്മളിവിടെ ഒരു വലിയ ഒരു ഡ്രമ്മ് രണ്ടായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മേടിക്കുമ്പോൾ വളരെ ചെറിയൊരു തൈയായിരുന്നു. 2 വർഷം മുൻപാണ് നമ്മൾ ഈ തൈ മേടിച്ച് നട്ടത്. ഇത് കഴിഞ്ഞ പ്രാവശ്യവും, അതായത് ഒരു കൊല്ലം ആയപ്പോൾ തന്നെ, ചെടി നട്ട ഒരു കൊല്ലം ആയപ്പോൾ തന്നെ ഇത് നിറച്ച് പൂത്തിരുന്നു. ഇത് എപ്പോഴും പൂക്കും, മിക്കവാറും എല്ലാ സമയത്തും ഇതുമ്മ പൂവുണ്ട്. പക്ഷെ മഴക്കാലത്താണ് ഇതിൽ കായ പിടിക്കുന്നത്. നിറച്ച് പൂവുള്ള ഒരു തരം ചെടിയാണ് കേട്ടത്. പക്ഷെ കായ പിടിക്കണമെങ്കിൽ മഴക്കാലത്താണ് അധികം കായ പിടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെള്ളം എപ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നല്ല മഴയാണല്ലോ, അപ്പോൾ കുറച്ച് കായകൾ പാകമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് പൊട്ടിക്കാം, എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കാട്ടോ. ഇതാണ് റെയിൻ ഫോറസ്റ്റ് പ്ലമ്മിൻ്റെ പഴുത്ത കായകൾ. കാണുമ്പോൾ ഞാവൽപ്പഴത്തിൻ്റെ പോലെ തന്നെ, ഞാവൽപ്പഴത്തിൻ്റെ അതേ വലിപ്പം തന്നെയാണ് കേട്ടോ. ഇത് നന്നായി പഴുക്കുമ്പോൾ ആണ് ഇങ്ങനെ നല്ല കറുപ്പ് നിറത്തിൽ വരണത്. ഇത് ഇങ്ങനെ പച്ച നിറത്തിലാണ് ആദ്യം കാണുക. അത് പിന്നീട് ഒരു റെഡ് കളറിലേക്ക് വരും ഇതുപോലെ. അതിനുശേഷം ഇതാ ഇങ്ങനെ ബ്ലാക്ക് കളറിലേക്ക് വരും. ഇത് ഈ പച്ച കളർ കായ ഇതുപോലെ ബ്ലാക്ക് കളറാവാനായിട്ട്, പച്ച കളറിൽ വലിപ്പം വന്ന കായ കേട്ടോ, ബ്ലാക്ക് കളറാവാനായിട്ട് 3-4 ദിവസം മതി. ഇതിപ്പോൾ ഇന്ന് കാലത്ത് നോക്കുമ്പോൾ ഇത് റെഡ് കളറിലായിരുന്നു. ഈ കായൊക്കെ പച്ച കളറിലായിരുന്നു. ഇതൊന്ന് ഉച്ച തിരിയുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ പാകമായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ. ഇങ്ങനെയാണ് ഇത് പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു സീഡുണ്ട്. ഈ സീഡ് മുളപ്പിച്ചിട്ടാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കണത് കേട്ടോ. പിന്നെ ഒരു തൊലിയും പിന്നെ ഉള്ളിൽ ഇത്ര ഫ്ലഷും. ഇങ്ങനെയാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം വരുന്നത്. ഇതിൻ്റെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ ഒരു മധുരമുണ്ട്, എന്നാൽ തന്നെ അതിൻ്റെ കൂടെ ചെറിയ ഒരു പുളിയും ഉണ്ട്. എന്നാൽ ഫ്ലഷ് നല്ല കണ്ടോ, നിറയെ ഫ്ലഷ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മേടിച്ച് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.